ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നോമ്പ് 18 ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു, ഉമ്മക്ക് സുഖമില്ലാത്തത് കൊണ്ട്. അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് ഞാൻ ഇറാനി പോളയും സമൂസയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇറാനി പോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ചിക്കനിൽ ഞാൻ എന്താക്കണം, മസാലയൊക്കെ തേച്ചിട്ട് വെക്കുകയാണ്. അതിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, അതേപോലെ കുരുമുളക് പൊടി, ഉപ്പ്, അതാണ് മസാലയ്ക്ക് ചേർക്കുന്നത്. അങ്ങനെ അതൊക്കെ നല്ലോണം മിക്സ് ചെയ്തിട്ട് കുറച്ച് ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം. അങ്ങനെ തേച്ചുങ്ങാണ്ടി വെക്കുകയാണ്. ആ സമയം ഞാൻ പിന്നെ അതിലേക്കുള്ള ഉള്ളിയൊക്കെ വാട്ടാൻ വേണ്ടിയിട്ട് നിന്ന്. നോമ്പായ ശേഷം ഇറാനിപ്പോൾ ഇതുവരെ ഉണ്ടാക്കിയില്ല. അപ്പോൾ ഒന്ന് ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒന്നാണ്. അതാകുമ്പോൾ പിന്നെ പെട്ടെന്ന് കഴിയുമല്ലോ. അപ്പോൾ കുറച്ച് ദിവസമായല്ലോ വിചാരിച്ചങ്ങാണ്ടൊന്ന് ജസ്റ്റ് ഒരു വീഡിയോ എടുക്കുകയാണ്. തിരക്കിനിടയിൽ ഇതാക്കണേ. പിന്നെ ആ ചിക്കനൊക്കെ വറുത്തെടുക്കുകയാണ്. അതിനുശേഷം അതിലേക്കുള്ള ബാറ്റർ റെഡിയാക്കുകയാണ്. ഞാൻ ഇതിന് ഏകദേശം 2 മുട്ടയാണ് എടുക്കുന്നത്. പിന്നെ അതിലേക്ക് 1 കപ്പ് മൈദ, പിന്നെ 3/4 കപ്പ് പാലും, പിന്നെ ഒരു 1/2 കപ്പ് ഓയിലുമാണ് എടുക്കുന്നത്. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും. ബാറ്റർ റെഡിയാണ്. പിന്നെ അതിലേക്ക് നേരത്തെ ഇതാക്കണം ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഞാൻ ഇതാക്കണം മസാലയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് ഞാൻ അതിൻ്റെ മുകളിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാക്കണം. അതിൻ്റെ മസാല ഫില്ലിങ്ങൊക്കെ റെഡിയായി. പിന്നെ ഇപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രം ഞാൻ അടുപ്പത്ത് വെച്ച് അതിൽ ഓയിൽ ഒഴിച്ചിട്ട് അത് റെഡിയാക്കി എടുക്കുകയാണ്. അതിനുശേഷം ഫില്ലിങ്, അതായത് ബാറ്ററി ഞാൻ 2 ബൗളിലാക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് താഴെ ഒരു ലെയറും മുകളിൽ ഒരു ലെയറും ഒഴിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ 2 ലെയറാക്കി എടുത്ത് വെച്ചാൽ ഫസ്റ്റ് ലെയറാണ് ഒഴിച്ചത്. പിന്നെ അതൊന്ന് സെറ്റ് ആയതിന് ശേഷമാണ് ആ മസാല നമ്മൾ ഫില്ലിങ് ഇട്ട് കൊടുക്കുന്നത്. ഒക്കെ കറക്റ്റായിട്ട് വെച്ച് പിന്നെ അതിലേക്ക് രണ്ടാമത് എടുത്ത് വെച്ച ആ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനതൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ അതിൻ്റെ മുകളിൽ ചിക്കനും അതേപോലെ ഇതാക്കണേ ക്യാപ്സിക്കൊക്കെ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ്. പിന്നെ അതൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം അടി കട്ടിയുള്ളൊരു മൂടി വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ചെയ്യുന്നത്. പിന്നെ ഇതാക്കണ സമൂസ ഉണ്ടാക്കുകയാണ്. സമൂസ മേക്കറെല്ലാം കൊണ്ട് നല്ലൊരു എന്താ പറയുക ഉപകാരമാണ്. എന്താ വെച്ചാൽ പെട്ടെന്ന് തന്നെ ഇത്രയും സമൂസ ഉണ്ടാക്കി കിട്ടിയല്ലോ. ഞാൻ വീഡിയോ എടുക്കുന്നില്ല എന്നൊക്കെ വിചാരിച്ചായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ച് കുറേ ദിവസം ആയല്ലോ, അങ്ങനെ എടുക്കാൻ വിചാരിച്ചങ്ങാണ്ട് ആ പണിത്തിരക്കിൽ വീഡിയോ എടുക്കുകയാണ്. അങ്ങനെ ഇതാക്കണ സമൂസ റെഡിയായി. ഇനി അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ മതി. ഇങ്ങനെ ഫ്രൈ ചെയ്ത് അപ്പോഴത്തെ നമ്മൾ ഇറാനിപ്പോളയൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ അപ്പുറത്തെ ഭാഗം കൂടി ഒന്ന് ചൂടാക്കി, അതായത് ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറൊരു പാന് അടുപ്പത്ത് വെച്ച് അതിൽ ഓയിൽ ഒഴിച്ചിട്ട് അത് ചൂടായതിനു ശേഷം ഇതിങ്ങനെ തട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 2 ഭാഗവും സെറ്റാക്കി എടുക്കുന്നത്. അതിന് ശേഷം ഞാൻ അതൊരു പ്ലേറ്റിലേക്ക് അത് മാറ്റുകയാണ്. അങ്ങനെ നമ്മൾ ഇറാനി പോള സെറ്റായിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കുറച്ച് പർച്ചേസിങ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിനൊക്കെ പോയി പിന്നെ കുറച്ച് ഡേറ്റ്സും നട്ട്സൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ ഷോപ്പിലൊക്കെ കയറി. അങ്ങനെയൊക്കെ കഴിഞ്ഞ് വരുന്ന വഴിക്ക് ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൊടുവള്ളി സ്റ്റാൻഡിൻ്റെ അടുത്ത് ഇങ്ങനെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീട്ടിലെത്തുമ്പോഴത്തേക്കും ബാങ്ക് കൊടുത്താലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളും അവരെ കയ്യിൽ നിന്ന് ഓരോ പേക്ക് വാങ്ങി. ഞങ്ങൾ വീട്ടിലെത്തിയാലാണ് ബാങ്ക് കൊടുത്തത്. അപ്പോഴത്തേക്കും ഉമ്മൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബാങ്ക് കൊടുത്ത് ഒക്കെ നോമ്പൊക്കെ റാത്തായി തുടർന്ന്. പിന്നെ ഇന്നത്തെ 2020 കുറച്ച് കണ്ട് പിന്നെ അതിന് ശേഷം തറാവിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായില്ല. മോന് കച്ചറ വെച്ചതും കൊണ്ട് അങ്ങനെ റാത്തായി നോമ്പ് 18 കഴിഞ്ഞു.